ഇതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ലക്ഷക്കണക്കിന് BMW എടുക്കുന്നു, അങ്ങനെ പറയണമെന്ന് അവർ. ബെറ്റിംഗ് ആപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റ് എനിക്കൊരു ഇതുപോലെ ഒരു ആപ്പ് എന്നെ സമീപിച്ച സമയത്ത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ട്, അതായത് വിഷ്ണു ഒരു പുതിയ ഫോൺ എടുത്ത പോലെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുവഴി ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ അവർക്കത് പറ്റത്തില്ല. അങ്ങനെ അവർ പിന്നെ ഡിസ്കഷൻ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബുള്ളറ്റ് എടുക്കുന്ന പോലെ കാണിക്കാവോ എന്ന് ചോദിച്ചു, ഒരു കാർ എടുക്കുന്നില്ല. അങ്ങനെ കുറേ ഓഫേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ലാസ്റ്റ് വീക്കും വന്നിട്ടുണ്ട്. അവർ തരുന്ന ഓഫേഴ്സ് ഒക്കെ ഭയങ്കര വലുതാണ്, വലിയ പൈസ ഓഫർ ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മുടെ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ബെറ്റിംഗ് ആപ്പ്. കാരണം വെച്ചാൽ അവരിപ്പോ ഒരു ബെറ്റിംഗ് ആപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ ലീഗലി, അത് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിനെ പറ്റി പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഇതങ്ങനല്ല, ഇതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ലക്ഷക്കണക്കിന് BMW എടുക്കുന്നു, അങ്ങനെ പറയണമെന്ന് അവർ പറയുന്നത്. അങ്ങനെ പറയുന്നത് റോങ്ങാ. അങ്ങനെ ശരിക്കും വാങ്ങിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഈ ഫോളോവേഴ്സിനെ 10 ലക്ഷത്തിലധികം വരുന്ന ഫോളോവേഴ്സിനെ ചതിക്കാൻ ഒരു താല്പര്യം. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ബെറ്റിംഗ് ആപ്പ് ഇസ് എ ഡേർട്ടി ബിസിനസ്. അതാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് കണ്ടു പഠിക്കേണ്ടത്.